നമസ്കാരം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ നേടാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അറിവോടെ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ റെഡിയല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ? അധികം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് കൃത്യമായി ചെയ്യുക. ഒന്ന്, നിങ്ങൾക്കറിയാം 1000 സബ്സ്ക്രൈബർ വേണം അല്ലേ? 4000 വാച്ച് അവർ വേണം. എന്നാലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യം, 1,00,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്ലേ ബട്ടൺ കിട്ടത്തുള്ളൂ. അതും നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 3 മാസം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബർ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 1000 സബ്സ്ക്രൈബർ ആക്കുക എന്നതാണ്. അതാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് വീഡിയോ 1, 2, 3 ഒരു ദിവസം 1, 2, 3 വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിന് സബ്സ്ക്രൈബർ ഒരുപാട് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഈ ഷോർട്ട് വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടും, വാച്ച് അവർ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്തൊക്കെയാണ്? ആദ്യം നിങ്ങൾ 3 ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇത് പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസ് കിടക്കുന്നിടത്ത് ലോങ് വീഡിയോ പിടിക്കാൻ സാധ്യത കുറവാണ്. അതായത് ലോങ് വീഡിയോക്കാണ് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നത്, ഷോർട്ട് വീഡിയോയ്ക്ക് കുറവാണ്. ഷോർട്ട് വീഡിയോ 10 മില്യൺ ആയാൽ മാത്രമാണ് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. ആ സമയത്ത് ലോങ് വീഡിയോയ്ക്ക് 4000 വാച്ച് അവർ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് വീഡിയോസും വേണം, ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സബ്സ്ക്രൈബറുടെ എണ്ണം കൂടാൻ പറ്റും. ലോങ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാച്ച് അവറും കൂടും. അപ്പോൾ രണ്ടും ഒരേ സമയം നടക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഒരു ദിവസം നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ടാൽ അത് ആരും കാണുകയില്ല. ഈ സബ്സ്ക്രൈബർ കൊണ്ട് ഈ ലോങ് വീഡിയോസ് കാണുമെന്ന് കരുതിയാൽ അത് വെറുതെയാണ്, അങ്ങനെ നടക്കത്തുമില്ല. അനുഭവമാണ് നമ്മുടെ ഗുരു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ്? 1,00,000 സബ്സ്ക്രൈബർ അല്ലേ? 3 മാസം കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ദിവസം 3 വീഡിയോ ഷോർട്ട് വീഡിയോയും 1, 2 ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 മാസം കൊണ്ട് 1,00,000-ൽ പരം സബ്സ്ക്രൈബർ കയറിയില്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയുന്നു, 1,00,000-ൽ പരം സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. 100% ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സ് മടക്കരുത്. മനസ്സ് മടുക്കാതെ ഇതിന് മുന്നോട്ട് തന്നെ പോയി നോക്കി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1,00,000 സബ്സ്ക്രൈബർ, അതും നമ്മുടെയൊക്കെ സ്വപ്നമാണ്. എന്താ? ഒരു പ്ലേ ബട്ടൺ കൈ കിട്ടുക. പല ആളുകളും ഇതിലൊക്കെ പ്ലേ ബട്ടനെ കാണിക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹമില്ലേ, ഒരു പ്ലേ ബട്ടൺ വേണമെന്ന്? അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. 3 മാസം സബ്സ്ക്രൈബർ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടും. അപ്പോൾ ഇനി 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്